ഒരു വെടി ശബ്ദമാണ് കേൾക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപിയുടെ ഭരത് ചന്ദ്രൻ ഷോയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായി പ്രതികരിക്കുന്ന കേന്ദ്രമന്ത്രി ഇന്ന് കണ്ടു. ആ ദൃശ്യങ്ങളൊന്നും കാണാം. அப்படி ஆனா கூட அது கேக்குறதுக்கு நீ யாரு? இது இந்தியா, நான் ஒரு இந்தியாக்காரன். எனக்கு பிடிச்ச இடத்துல ഞാൻ ഒന്ന് പോവേ. പ്ലീസ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ബിജെപി അധ്യക്ഷൻ പറഞ്ഞു രാജിവെക്കണം. ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിയോട് കാറിൽ കയറുന്നതിന് മുൻപാണ് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടാൻ ശ്രമിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കുറിച്ചുമായിരുന്നു ചോദ്യങ്ങൾ. ഇതിനോട് രോഷാകുലനായിട്ടാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. അഖിൽ, ഇന്നേ വരെ ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഒരു MP ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഈ വിധത്തിൽ മാധ്യമപ്രവർത്തകരെ തള്ളിക്കൊണ്ട് പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായില്ലടാ. നീ ഒന്നും ചെയ്തില്ലേ? അതുപോലെ തന്നെ നമ്മൾ പലരോടും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകാറുണ്ട്. ഗവർണറുണ്ട്, അത്തരത്തിൽ വലിയ ആളുകളോടൊക്കെ നമ്മൾ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ തേടാൻ പോകാറുണ്ട്. പക്ഷേ മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. പക്ഷേ അന്നൊന്നും ഉണ്ടാവാത്തൊരു രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എന്തായാലും സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഉണ്ടായിട്ടൊന്നാണ്. കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി. ദൃശ്യങ്ങൾ കാണാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ മൈക്കുമായി അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ തള്ളി നീക്കുകയാണ് ഉണ്ടായത്. അതിലൊരു മര്യാദയുണ്ട്. അതായത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആരും അദ്ദേഹത്തോട് കൂടുതൽ ചോദ്യം ചോദിക്കാനൊന്നും എവിടെയും നമ്മൾ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള മന്ത്രിമാരും MP-മാരും ഒക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അവർ അത്തരത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അവരും തമ്മിലുള്ള ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ജസ്റ്റ് റിമെമ്പർ സുരേഷ് ഗോപി, കൂടുതൽ ഇനി എന്താ അപകടം വരാനാ എന്റെ കൊച്ചമ്മണി? താങ്കൾ ഒരു MP ആണ്, താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ്. അത് அப்படி ஆனா கூட அது கேக்குறதுக்கு நீ யாரு? இது இந்தியா, நான் ஒரு இந்தியாக்காரன். எனக்கு பிடிச்ச இடத்துல ഞാൻ ഒന്ന് പോവേ. നീ ഒരു പൊമ്പളെ, ഒരു ആമ്പളെ കിட்ட இந்த மாதிரி பேசுறதுக்கு உனக்கு അച്ചമില്ലേ, വെക്കമില്ലേ? കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. തിട്ടൂരങ്ങൾ ഇങ്ങോട്ട് വേണ്ട. പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായ്.